بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് കൈകാര്യം ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഷർത്തുകൾ ഒരാൾ എടുക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. ഷർത്തുകൾ 5 എണ്ണമാണ്. ഒന്നാമത്തേത് സമയമായെന്ന് ഉറപ്പുവരുത്തുക. നിസ്കാര സമയമായി എന്ന് ഉറപ്പുണ്ടാവണം. രണ്ടാമത്തെ കാര്യം ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധമാവും. അതിൻ്റെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ് സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ വഇൻ കുന്തും ജുനുബൻ ഫതഹ്ഹറൂ. ചെറിയ അശുദ്ധിയെ പറ്റിയുള്ള ഈ ആയത്തുകൾ നമ്മൾ മുമ്പ് കഴിഞ്ഞ ഒരു ഒളുവിനെ സംബന്ധിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാവാൻ ഒന്നെടുക്കുക. അതിൻ്റെ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ ഖുംതും, നിങ്ങൾ നിസ്കാരത്തിന് തയ്യാറായാൽ, ഇലസ്വലാത്ത്, നിസ്കാരത്തിന് തയ്യാറായാൽ, ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകുക, വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകൾ കഴുകുക, ഇലൽ മറാഫിഖി, കൈകളുടെ മുട്ടോടുകൂടെ, വംസഹൂ ബിറൂസിക്കും, നിങ്ങളുടെ തല തടവുക, വഅർജുലക്കും, നിങ്ങളുടെ കാലുകളും കഴുകുക, ഇലൽ കഅബൈനി, ഞെരിയാണി ഉൾപ്പെടെ. വൈൻ കുന്തും ജുനുബൻ, നിങ്ങൾ ജനാബത്തുള്ളവരായാൽ, വലിയ അശുദ്ധിയുള്ളവരായാൽ, ഫതഹ്ഹറൂ, നിങ്ങൾ കുളിച്ച് ശുദ്ധിയാവുക. അപ്പൊ 2 അശുദ്ധിയെ സംബന്ധിച്ചും പറഞ്ഞു. 2ൽ നിന്നും ശുദ്ധമാവണം. ഒന്നെടുക്കണം, കുളിക്കേണ്ട കാരണങ്ങളുണ്ടെങ്കിൽ കുളിക്കണം. ഇതിന്റെ ഹദീസ് ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ ബിഗൈരി തഹൂരിൻ വലാ സദഖത്തൻ മിൻ ഗുലൂലിൻ. ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ, അല്ലാഹു ഒരു നിസ്കാരത്തെയും സ്വീകരിക്കുകയില്ല, ബിഗൈരി തഹൂരിൻ, ശുദ്ധിയില്ലാതെ. ശുദ്ധിയോടുകൂടി നിസ്കരിച്ചാലേ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഗുലൂല്, മോഷ്ടിച്ചെടുക്കപ്പെട്ട ഗനീമത്ത് മുതലിൽ നിന്ന് മോഷ്ടിച്ചെടുക്കപ്പെട്ട ദാനധർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ല. മോഷ്ടിച്ചെടുക്കപ്പെട്ട ഗനീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സമരാർജിത സ്വത്തിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുക. അതായത് ശത്രുക്കൾ ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട ശത്രുക്കളുടെ മുതലുകൾ, അല്ലെങ്കിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ മുതലുകൾ, അതിനെല്ലാം ഗനീമത്ത് സ്വത്തായിട്ട് എടുക്കൽ ഹലാലാണ്. ഇങ്ങനെ എടുത്ത സ്വത്ത് എങ്ങനെ വീതിക്കണം എന്ന് ഇസ്ലാമിൽ കാഴ്ചപ്പാടുണ്ട്. അത് അൻഫാൽ സൂറത്തിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്വത്ത് ഭാഗിച്ചു കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കിട്ടുന്നതിന് മുമ്പായിട്ട് ആ സ്വത്ത് അപഹരിച്ചെടുത്തിട്ട് അത് ദാനധർമ്മം ചെയ്യുക, അതിനെ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് അത് ഈ കൂട്ടത്തിൽ പറഞ്ഞതാണ്. നമ്മൾക്കിവിടെ 2 അറിവും കിട്ടി. എന്നിരുന്നാലും ഇവിടെ ശുദ്ധിയില്ലാതെ നിസ്കരിച്ചാൽ ശരിയാവില്ല എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. അത് ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ ബിഗൈരി തഹൂരിൻ, ശുദ്ധിയില്ലാതെ നമസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമതായിട്ട് നമസ്കരിക്കുന്ന തഹാറത്തുൽ ബദനി വസ്സൗബി വൽ മക്കാൻ, നമസ്കരിക്കുന്ന സ്ഥലം, വസ്ത്രം, ശരീരം എല്ലാം വൃത്തിയാവണം. നജസിനെ ശുദ്ധിയാക്കാനോ നീക്കം ചെയ്യാനോ കഴിയാത്ത അവസ്ഥയിൽ ഒരാൾ നിസ്കരിക്കൽ നിർബന്ധിതനായി. നിസ്കരിക്കണം, നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. നജസ് വൃത്തിയാക്കാനോട്ട് കഴിയണമില്ല. ആളൊന്നുകിൽ രോഗിയാണ്, അല്ലെങ്കിൽ വേറെ ആരും സഹായിക്കാനില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അതുമായിട്ട് അവൻ നിസ്കരിക്കണം. അങ്ങനെ വന്നാൽ നിസ്കാരം മടക്കേണ്ടതില്ല. കാരണം അവനതിൽ ശരിയായ ഉദറുണ്ട്. ആ ഉദറനുസരിച്ചാണ് അവൻ നിസ്കരിച്ചത്. അതിനുള്ള ആ റുഖ്സ അള്ളാഹു നിശ്ചയിച്ച റുഖ്സയാണ് റസൂല്.
അപ്പോൾ അതിൽ കുറ്റമില്ല, നിസ്കാരം മടക്കേണ്ടതുമില്ല. അപ്പം 3 കാര്യം പറഞ്ഞു. 4-മത്തെ കാര്യം, അപ്പം നജസായ സ്ഥലങ്ങൾ, വസ്ത്രം എല്ലാം വൃത്തിയാക്കണം, കഴുകിക്കളയും. ഇനി ഒരാൾ നിസ്കരിക്കുകയാണ്, അവൻ നജസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ല, അങ്ങനെ നിസ്കാരത്തിൽ പ്രവേശിച്ചു. ഇടയ്ക്ക് വെച്ചിട്ട് അവന് നജസ് ഉണ്ടെന്ന് മനസ്സിലായി. എന്നാൽ അത് അവന് നീക്കാൻ നിസ്കാരത്തിൽ വെച്ച് തന്നെ തട്ടിമാറ്റാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അത് തട്ടിമാറ്റാൻ കഴിയാത്തതാണെങ്കിലോ, അപ്പോൾ അങ്ങനെ എന്നിട്ട് നിസ്കാരത്തിൽ തുടർന്ന് പോവാം. ആ നജസിനെ കൊണ്ട് തട്ടി മാറ്റിയിട്ട് നിസ്കാരത്തിൽ തുടർന്ന് പോവാം. അത് അങ്ങനെ തട്ടി മാറ്റാൻ പറ്റില്ലെങ്കിലോ, അപ്പോൾ പിന്നെ വേറെ നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ വേറെ നിസ്കരിക്കേണ്ടി വരും, നിസ്കാരം മടക്കി നിസ്കരിക്കണം. കാരണം ആ നജസ് വെച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണല്ലോ നിസ്കരിക്കുന്നത്, അത് പാടില്ല. അപ്പോൾ നിസ്കാരം അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വേറെ നിസ്കരിക്കാൻ തുടങ്ങാം. ഇതൊന്നും അറിയാതെ കണ്ട് തട്ടിമാറ്റാനും കഴിവില്ല, തട്ടിമാറ്റാൻ അവൻ നിസ്കാരത്തിന്റെ ഇടയ്ക്ക് വെച്ച് അറിഞ്ഞില്ല, നിസ്കാരം കഴിഞ്ഞിട്ട് അറിയണം. അപ്പൊ പിന്നെ നിസ്കാരം മടക്കേണ്ടതില്ല. ഒരു അയറാബി വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ സഹാബാക്കള് അയാളെ തട്ടിക്കയറാൻ നിന്നു. മൂത്രമൊഴിച്ച ആളെ, പള്ളിയിലല്ലേ മൂത്രമൊഴിച്ചത്, തട്ടിക്കയറി. ഈ പള്ളിയിൽ മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ പള്ളി ഏതാണെന്ന് വീട് ഏതാണെന്ന് അറിയാത്ത ഒരു ചുറ്റുപാടിലുള്ള സ്ഥലമായിരുന്നു അന്ന് പള്ളിയൊക്കെ. കാരണം നമ്മളെപ്പോലെ ടൈലിടാനോ അല്ലെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെയ്യാനോ സിമെന്റ് ഇടാനോ ഇതൊന്നും കഴിയാത്ത പള്ളിയായിരുന്നു, മണലായി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ നാട്ടിൻ പുറത്ത് താമസിക്കുന്ന അറബിയാണല്ലോ, അതാണ് അറാബി എന്ന് പറഞ്ഞത്. അയാൾക്ക് ഈ ടൗണിലെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ സംഗതി അവിടെ ഒഴിഞ്ഞൊരു ഭാഗത്ത് പോയി മൂത്രമൊഴിച്ചു. ഇത് സഹാബികൾ കണ്ടെത്തിയപ്പോൾ അയാള് തട്ടിക്കയറാൻ നിന്നു. റസൂല് സമാധാനപ്പെടുത്തി, ഒന്നും ചെയ്യണ്ട, അവിടെ നിങ്ങൾ ഒരു പാത്രം വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ വെള്ളം ഇങ്ങനെ പറ്റിയപ്പോൾ മണൽ കാണുമല്ലോ. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത്, എളുപ്പമുണ്ടാക്കാനാണ് എന്ന് റസൂല് പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസത്തോട്, ഇന്നമാ പോയത്തും മുയസ്സരീന ഭയമം തപാസവും മുയസ്സരീന, നിങ്ങൾക്ക് എളുപ്പത്തോടു കൂടി ജീവിച്ചു മുന്നോട്ട് പോകാനാണ്, അല്ലാതെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കിയിട്ട് ജീവിക്കാനല്ല എന്ന് റസൂൽ പറഞ്ഞു. പിന്നെ 4-മത്തതായിട്ട് ഔറത്ത് മറയ്ക്കുക എന്നുള്ളത്. ഔറത്ത് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുട്ടും പൊക്കളും ഉൾപ്പെട്ട സ്ഥലങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയാം. ഇതിന് ഒരായത്തുണ്ട്, യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. ആദം സന്തതികളെ, നിങ്ങൾ നമസ്കാര സമയത്ത് നിങ്ങളുടെ ഔറത്ത് മറക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നിസ്കാരത്തിനു വേണ്ടി നിങ്ങൾ ഔറത്ത് മറക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്, ഷർത്താണ്. പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്, മുട്ടുപൊക്കളും അതിൻ്റെ ഇടയിലുള്ള സ്ഥലം, അതാണ് ഔറത്ത്. അത് മറക്കൽ നിർബന്ധമാണ്, മറക്കാതെ നിസ്കരിച്ചാൽ ശരിയാവില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുങ്കയും ഒഴിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും ഔറത്താണ്. അപ്പോ 4 ഷർത്തുകൾ കഴിഞ്ഞു. ഇനി 5-മത്തെ ഷർത്താണ്. ഈ ഔറത്ത് മറക്കുന്നിടത്ത് സ്ത്രീകളുടെ ഡ്രസ്സ് എങ്ങനെയുള്ളതാവണം? ഔറത്ത് മറയുന്ന വസ്ത്രമാവുക നിർബന്ധമാണ്. അത് കുറച്ച് ഇടുങ്ങിയ വസ്ത്രമായാലും വിരോധമില്ല. പക്ഷെ ഏറ്റവും നേർത്ത വസ്ത്രമാണ്, തൊലിയുടെ നിറം പോലും വ്യക്തമായി പുറത്ത് കാണാവുന്ന വസ്ത്രമാണെങ്കിൽ അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. അപ്പോൾ വളരെ ഹഫിയായ വസ്ത്രം,
അതിട്ടിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. ഇടുങ്ങിയ വസ്ത്രമായതുകൊണ്ട് കുഴപ്പമില്ല. ഖഫിയായ വസ്ത്രം, വളരെ നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല സ്ത്രീകൾക്ക്. ഒരു വസ്ത്രത്തിൽ നിസ്കരിക്കല് കറാഹത്തൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം മാത്രം എടുത്ത് ഒരു പുരുഷൻ നിസ്കരിക്കുകയാണ്, ഒരു തുണി മാത്രം എടുത്തിട്ട് നിസ്കരിക്കുക. അപ്പം അവിടെ തല മറച്ചിട്ടില്ല, പിന്നെ കുപ്പായിട്ടിട്ടുമില്ല. എന്നാലും അത് കറാഹത്തൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതിൽ വലിയ കുഴപ്പം പറയാനില്ല. ഇങ്ങനെ നിസ്കാരത്തിന് വേണ്ടി എല്ലാം ഭംഗിയാവുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ കുപ്പായം, പിന്നെ തലമറക്കലും ഇതൊക്കെ നിസ്കാരത്തിന്റെ പരിപൂർണത കിട്ടാൻ വളരെ അനിവാര്യമാണ്. ഒരു മനുഷ്യൻ തല തുറന്നിട്ട് നിസ്കരിച്ചുകൊണ്ട് കുഴപ്പമൊന്നും പറയാനില്ല. പിന്നെ അഞ്ചാമത്തെ കാര്യം ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ളതാണ്. ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറഞ്ഞത് അതിന്റെ വലിയ വജ്ഹക്ക് ശത്രുൽ മസ്ജിദുൽ ഹറാമി വഹൈസുമാ കുന്തും വല്ലു വുജൂഹക്കും ശത്ര, ഇങ്ങനെ ആയത്തുണ്ട്. മുഖത്തെ നിങ്ങൾ ഈ ഖിബ്ലക്ക് മുന്നിടുമ്പോൾ ഖിബിലയുടെ ഐനിലേക്ക് മുന്നിടുക എന്നും ജഹത്തിലേക്ക് മുന്നിടുക രണ്ടായിട്ടുണ്ട്. ഐനിലേക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ, ആ ബിൽഡിങ്ങിലേക്ക് മുന്നിടുക, ബിൽഡിങ്ങിന് മുന്നിട്ട് നിസ്കരിക്കുക. ഇത് കാബത്തിന്റെ അടുത്ത് നിസ്കരിക്കുന്നവർക്ക് സാധ്യമാവും. കാബം കണ്ടുകൊണ്ട് നിസ്കരിക്കുന്നവർ നേരക്ക് നേരെ കാണുമ്പോഴാണ് കേട്ടോ, അല്ലാതെ വീഡിയോയിലോ മറ്റോ കാണുന്നതിനെ പറ്റിയല്ല പറയുന്നത്. കാബത്തെ നേരിൽ കണ്ടുകൊണ്ട്, ആ സ്ട്രക്ചർ നേരിൽ കണ്ടുകൊണ്ട് നിസ്കരിക്കുമ്പോൾ കാബത്തിന്റെ ഐനിന് നേരിടണം. അപ്പൊ ഐനിന് നേരിലെ ചുറ്റുഭാഗം നിന്ന് നിസ്കരിച്ചാൽ അങ്ങനെ ഐനിനെ നേരിട്ടു എന്ന് പറയാം. കാബത്തിന്റെ സ്ട്രക്ചറിനെ നേരിട്ട് നിസ്കരിച്ചത് എന്ന് പറയാം. അതല്ലെങ്കിൽ സ്ട്രക്ചറിനെ കാണുന്നില്ല, അതിനെ നേരിട്ട് നിസ്കരിക്കാനും കഴിയുന്നില്ലാത്ത ആളുകൾ വേണ്ടത് ആ ഭാഗത്തേക്ക് തിരിയാൻ. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാബം നമ്മുടെ ഏത് ഭാഗത്താണ് എങ്കിൽ അവിടേക്ക് തിരിയുക. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയുക. പടിഞ്ഞാറ് നിന്ന് അല്പം തെറ്റിയിട്ട്, അല്പം വടക്കോട്ട് തെറ്റിയിട്ടാണ് നിൽക്കേണ്ടത്. ഇന്ത്യക്കാർ നിസ്കരിക്കാൻ നിൽക്കേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ തിരിഞ്ഞ് നിസ്കരിക്കുക. പിന്നെ അപ്പോൾ കാബം ശരിക്ക് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ആളുടെ പിൻഭാഗം കിഴക്ക് ഭാഗമാവും. ഇങ്ങനെ ഓരോരുത്തർക്കും നിൽക്കേണ്ട സ്ഥലങ്ങൾ, ജിഹത്ത് ഏതാണെന്ന് ഓരോ രാഷ്ട്രത്തിലുള്ള ആളുകൾക്കും അറിയാം. അത് അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയുന്നത് നിർബന്ധമായിട്ടുള്ളത് ഇന്ത്യക്കാരെ എങ്ങനെ നിൽക്കണമെന്ന്. ഇതും തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജിഹത്ത് ഏതാണെന്ന് മനസ്സിലാവില്ല, കാരണം ഖിബില എവിടെയാണെന്ന് മനസ്സിലാവില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ നിസ്കരിക്കാൻ? നമ്മൾക്ക് ചോദിച്ചറിയാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ അന്വേഷിച്ചറിയാൻ പറ്റുന്ന ഒരു നിലപാടിലല്ല. അന്വേഷിക്കാൻ ആളെ കിട്ടുന്നില്ല. അങ്ങനത്തെ വിധത്തിൽ നമ്മൾ എത്തിപ്പെട്ടു. ആരുടെയെങ്കിലും ചോദിച്ചാൽ പറയും, പടിഞ്ഞാറ് എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. അതിപ്പോ ഏത് മതക്കാരാണെങ്കിലും പറഞ്ഞു തരും. അതും ചോദിക്കാൻ നിവൃത്തിയില്ല. ആരില്ല അവിടെ, ആളില്ല. നിസ്കാരത്തിന്റെ സമയം കഴിയാറായി. അങ്ങനൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതനുസരിച്ച് ഒരാൾക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അന്വേഷിച്ചറിയാനും അത് അറിയാനുള്ള യാതൊരു ഉപാധികളും ഇല്ലാത്ത സ്ഥലത്ത് അവൻ നിസ്കരിക്കണം. എങ്ങനെ? അവന് തോന്നിയ സ്ഥലത്തേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കണം. ഇജ്തിഹാദ് ചെയ്യാന്ന് അതിന് പറയും. ഇജ്തിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ ഒരു പരിശോധന നടത്തുക, ഒരു ഗവേഷണം നടത്തുക അവിടെ വെച്ചിട്ട്. അപ്പോൾ അതിൽ അവന് മനസ്സിലായത് ഏതാണെങ്കിൽ അത് തന്നെയാണ് ഖിബില. അവിടെ നിസ്കരിച്ചു, അങ്ങനെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. അത് ചിലപ്പോൾ വടക്കോട്ടായിരുന്നു തിരിഞ്ഞുണ്ടാവുക. ഇങ്ങനെ വടക്കോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചത് അവന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്, ഞാൻ ആ നിസ്കരിച്ച ഖിബില ശരിയല്ലായിരുന്നു എന്ന് മനസ്സിലായാൽ അവൻ്റെ ഒരു വീഴ്ചയൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരം അവൻ മടക്കേണ്ടതില്ല, അത് ശരിയാണ്. പക്ഷെ ആളുകളുടെ അടുത്ത് അവരോട് അന്വേഷിച്ചറിയാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അത് അന്വേഷിക്കാതെ അറിയാതെ കണ്ട് അവനിഷ്ടമുള്ളവർക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു, അത് ഖിബില അല്ലാന്ന് പിന്നീട് മനസ്സിലായാൽ ആ നിസ്കാരം കളാവ് വീഴ്ച തന്നെ വേണം, അല്ലെങ്കിൽ മടക്കി നിസ്കരിക്കണം. കാരണം അവൻ്റെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. വീഴ്ച പറ്റാത്ത സ്ഥലത്താണ് ഈ പറഞ്ഞത്. അവൻ അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിച്ചില്ല,
അത് വലിയ വീഴ്ചയല്ല. അല്ലാത്ത സ്ഥലത്ത് കുഴപ്പമില്ല എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 16 മാസം അല്ലെങ്കിൽ 17 മാസം, 16-17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നമസ്കരിച്ചിരുന്നത്. പിന്നെ അല്ലാഹു തആല കഅബത്തിലേക്ക് തിരിയാൻ പറഞ്ഞു. അതാണ് ഖുബയിലുള്ള മസ്ജിദ്. ഖുബയിലുള്ള മസ്ജിദുൽ ഖുബയിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നതാണ്. മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്നതിനൊരു പേര് കിട്ടിയിട്ടുണ്ട്. മസ്ജിദുൽ ഖുബയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ റസൂൽ ആദ്യം പണിത പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. മദീനത്ത് ഇറങ്ങി ആദ്യമായിട്ട് അവിടെ ആ സ്ഥലത്ത് ഒരു പള്ളി പണിതു. അതിന് മസ്ജിദ് ഖുബാ എന്ന് പറയും. പിന്നെയാണ് മസ്ജിദ് നബവി എന്ന് പറഞ്ഞ ആ വലിയ പള്ളി, നമ്മളെല്ലാവരും കാണുന്ന ആ വലിയ പള്ളി മസ്ജിദ് ഖുബാ, അല്ല മസ്ജിദ് നബവി. ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഖുബാ ആണ്. ഈ മസ്ജിദുൽ ഖുബായിൽ 16-17 മാസം നിസ്കരിച്ചു. 16-17 മാസം നിസ്കരിച്ചു. ആ നിസ്കരിച്ചതിന് ശേഷമായിട്ടാണ് ആ സുബഹി നിസ്കരിക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ കൽപ്പന വന്നത് കണ്ട് തിരിയാൻ പറഞ്ഞിട്ട്. എവിടേക്ക്? കഅബത്തിലേക്ക്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു. അത് ആ നബിയുടെ ആഗ്രഹം അനുസരിച്ച് അല്ലാഹു തആല അങ്ങോട്ട് തിരിയാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, പള്ളിയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ആരോടും ചോദിക്കേണ്ടതില്ല. ആ പള്ളിയിൽ അവിടെ മെഹ്റാബ് നോക്കി അവിടേക്ക് തിരികെ വേണ്ടു. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പള്ളിയും ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ വീടുകളിലാണെങ്കിൽ തന്നെ ആ വീട്ടിൽ എവിടേക്കാണ് തിരിയേണ്ടതെന്ന് അറിയാതെ വന്നു കഴിഞ്ഞാലൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പിന്നെ ഖിബ്ലക്ക് മുന്നിടാതെ നിസ്കരിക്കാൻ പറ്റുന്ന അത് 2 കാര്യമുള്ളൂ. സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾ ഖിബ്ലക്ക് മുന്നിട്ടോളണം എന്നില്ല. അയാൾ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടോളണം എന്നില്ല. എവിടേക്കാണ് വാഹനം സഞ്ചരിക്കുന്നെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. അത് തന്നെയാണ് അവൻ്റെ ഖിബ്ല. അപ്പം അവിടെ റുക്കൂഉം സുജൂദും ഒക്കെ ഇശാറത്ത് കൊണ്ട് ചെയ്യുക. സുജൂദിന് വേണ്ടി അല്പം ഒന്ന് റുക്കൂവിനേക്കാൾ കൂടുതൽ കുനിയണം എന്നേ ഉള്ളൂ. വാഹനം എവിടേക്കാണോ, ഏത് ഭാഗത്തേക്കാണോ പോകുന്നതെങ്കിൽ അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ എന്നുള്ള ആയത്താണ് ഇതിന് നിദാനമായിട്ട് ഖുർആനിലുള്ളത്. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാനൂ യുസല്ലൂന ഫീ റിഹാലിഹിം വദവാബിഹിം മൈസുമാ വതവജ്ജഹത്ത്. എവിടേക്കാണോ യാത്ര, എവിടേക്കാണോ വാഹനം സഞ്ചരിക്കുന്നത് അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു രണ്ടാമത്തെ ഐറ്റം മുക്രഹായ ഒരാളുടെ നിസ്കാരം, രോഗിയായ ഒരാളുടെ നിസ്കാരം. പേടിച്ചുകൊണ്ട് നിസ്കരിക്കുക. പേടിച്ചുകൊണ്ടും രോഗിയായതും നമുക്കിപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പേടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം, ഒരു മൃഗം ആക്രമിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് അങ്ങോട്ട് കൈ കെട്ടി എവിടേക്ക് തിരിഞ്ഞിട്ടാ, എവിടേക്കേലും തിരിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, നിസ്കാരത്തിലാണെന്ന് പറഞ്ഞാൽ അയാൾ ആക്രമിക്കില്ല. അപ്പോൾ എവിടേക്കേലും തിരിഞ്ഞിട്ട് കൈ കെട്ടി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ പ്രവേശിച്ചു. അതിൽ കുഴപ്പമില്ല. അത് സുന്നത്ത് നിസ്കാരമാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മുക്റഹ് എന്ന് പറഞ്ഞിട്ട് ഒരൈറ്റം ആളുകളുണ്ട്. ചിലരെ നിർബന്ധിച്ച്, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിർബന്ധിച്ച്, അങ്ങനെ നിർബന്ധിത അവസ്ഥയിൽ അയാൾ നിസ്കരിക്കാൻ നിൽക്കുക. അതിനാ മുക്റഹ് എന്ന് പറയും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്നുള്ള ഭീഷണി അത് നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇയാള് മുക്റഹ് എന്ന് പറയാം. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വിധേയമായിട്ട് ഉള്ള ഒരാള്. ഇയാൾക്കും നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടോളണം എന്നില്ല. അപ്പൊ ഇതെല്ലാമാണ് ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞോ അതാണ് നിങ്ങളുടെ അള്ളാഹുവിന്റെ വജ്ഹ് അവിടെയുണ്ട്. അതാണ് നിങ്ങൾ ഖിബ്ലയാക്കേണ്ടത്.
അപ്പോൾ അൽ ഖായിഫ് വൽ മുക്രഹു വൽ മരീദു യജൂസു ലഹുമുസ്സലാത്തു ലിഗൈരിൽ ഖിബ്ല. മുക്രഹിനും മരീദിനും ഖായിഫിനും ഖിബ്ല അല്ലാത്തടത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാം. ഖിബ്ലക്ക് തിരിയാൻ പറ്റുമെങ്കിൽ അതന്നെ ചെയ്യേണ്ടത്, അല്ലാതെ നിസ്കരിക്കാം എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാ അജസു അനിസ്ബാലിയ, ഖിബ്ലക്ക് മുന്നിടാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് ഖിബ്ല എല്ലാത്തടത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാം എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ അമർത്തുക്കും ബിഅംദിൻ, ഞാൻ എന്തെങ്കിലും ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ ഫഅത്തൗ മിൻഹു, അങ്ങനെ നിങ്ങൾ ചെയ്തോളേ. മസ്തതാഅത്ത്, നിങ്ങൾക്ക് കഴിയുന്ന മാതിരി, നിങ്ങൾ കഴിയുന്ന മാതിരി ചെയ്യുക. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഉപദേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവനുസരിച്ച് അത് ചെയ്യുക എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമസ്കാരത്തിൻ്റെ ഷർത്തുകളായിട്ടുള്ളത്. ഇനി നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വീഡിയോകൾ അടുത്ത് തന്നെ ഇൻഷാ അല്ലാഹ് വരും. ഇത് അതിൻ്റെ മുമ്പുള്ള ഷർത്തുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഷർത്തുകൾ നിസ്കാരത്തിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.